ഫുൾ സ്ക്രീൻ ആക്കി ജോക്കി ഒരു മിനിറ്റ് ജോക്കി. കളിച്ചോ. ഇതെന്തോ ഇത് എന്തോ ചെയ്യണ്ടേ? കീബോർഡ് മൂവി. കൊണ്ടുപോയോ? ഫസ്റ്റ് ലെവലായി. ഇതാണ് വലിയ കാര്യം. ട്രൈ ഒരു ഗെയിം ആണോ ഗീജണ്ണ? അതിനകത്ത് വീണാലും ചത്തു ഇല്ല, അതിനകത്ത് കുഴി വീഴരുത്, അത്രേ ഉള്ളൂ. ജോക്കി അതിന്റെ മണ്ട കേറിയാലും ചത്ത് ജോക്കി. എന്തൊരു റിഫ്ലക്സ് ഇല്ലാത്ത ഈകളെ. ഇതെന്താണോ റിഫ്ലക്സ് ഇല്ലാണ്ട് കളിക്കുന്നത്? ആണോ? ഞാനൊക്കെ ഇപ്പൊ കാണിച്ചു തരായിരുന്നു. സിമ്പിൾ. ചാട്. ഇതൊന്ന് കളിച്ചു നോക്കി ജോക്കി. ഇതൊന്ന് കളിച്ചു നോക്കി. എടാ ഞാൻ നിങ്ങൾക്ക് കാര്യം പറയട്ടെ, ഇത് ലിങ്ക് ഒന്ന് വെച്ചേ. ഇത് സ്ക്രീൻ അതിനനുസരിച്ച് മൂവ് ആവും. കേറിട്ട് ലൈവ് ഇട്ടടാ. അവനെ കണ്ടാ അറിയാതെ. ട്രോളാണ്, നമ്മൾ വിചാരിക്കും പോലെ പോകത്തില്ല ഗെയിം. ഗെയിമിന് ഇഷ്ടത്തിന് പോകും. ഇങ്ങോട്ടാ. നെക്സ്റ്റ് ലെവൽ. ഓ ഇത്ര ഉള്ള ഒരു ലെവല് കേറണം നീ. ഓ ഞാൻ വിചാരിച്ചു എന്നെ കയറിയാലും ചാവുന്നു. ഓ അത് പറ. ഇപ്പൊ തീർത്തരാം. എന്താ നീ വിചാരിക്കുന്ന പോലെ പോകത്തില്ല. ഉണ്ടോ? നോക്കണേ. പോയി ഞാൻ 6ാമത്തെ ലെവലായേ. ഒന്നും നടക്കത്തില്ല, തോന്നുന്ന കണക്ക് പോകും. ഇങ്ങനെ തള്ളുന്നുണ്ട് കേട്ടാ. എടാ മൈന, ഞാൻ സ്ട്രീം ഇട്ട് കാണിച്ചു തരാം. സിമ്പിൾ ഗെയിമിനൊക്കെ ഇത്ര നിക്ക് പോലെ. ഇനി പോക്കോ. രണ്ടാമത്തെ വീട്ടിൽ കയറിയേ. ഞാൻ 5 വീട്ടിൽ കയറി നോക്കി ഇപ്പൊ ഇവിടെ. പിന്നെ അതല്ല, ഞാൻ മറ്റേ ലെവല് മാറുന്നൊരു സാധനമുണ്ട്. ഇനി അടുത്ത ലെവലിലോട്ട് പോകുന്നത്. ക്ലിക്ക് ചെയ്ത് അടുത്ത സ്റ്റേജ്. അത് എളുപ്പ കളിച്ചോ. ഞാൻ തീർത്തു കേട്ടോ. നിന്ന് അവിടെ ഇരുന്ന് പലതും ഇറക്കിയും പൊട്ടിക്കും നീ. ഞാൻ കാണിച്ചു തരാമല്ലോ. എടാ ഇതൊന്നും വലിയ പാടുള്ള പരിപാടിയൊന്നും സ്ക്രീൻ നോക്ക്. ഒന്നും ഒരു സീനും ഉള്ള കാര്യമല്ല. ഈകൾ എത്രാമത്തെ ലെവലാടാ? സെക്കൻഡ് സ്റ്റേജ്. അത് ഇങ്ങോട്ട് തന്നെ. എനിക്കിത് ശരത്തേട്ടനെ കൊണ്ട് കളിപ്പിക്കണമെന്നായിരുന്നു ആഗ്രഹം. എടാ ഇത് കളിച്ച് തീരാറായി ഞാൻ. ഫൈനലി ഇത് വഴി ലെഫ്റ്റില് ഇടിക്കുന്നടാ. എടാ ഇവിടുന്ന് വന്ന് പൊട്ടിക്കാൻ തുടങ്ങിട്ടോ അവിടെ. ഇത് പറ്റൂല. ഞാൻ ഐഡിയ കളിക്കാം. അത് ചോദിക്കണേ. സൂപ്പർ സിമ്പിൾ ഗെയിം. എന്തൊക്കെയായിരുന്നു സിമ്പിൾ ഗെയിം. ഇപ്പൊ ഇത് എന്ത് ചെയ്യാൻ പറ്റും? എടാ ഞാൻ തീരാറായി കേട്ടോ. രണ്ടാമത്തെ സാധനം, രണ്ടാമത്തെ വീട്. പിന്നെ ദേഷ്യം. ഇതെന്താ? ഇതൊന്നും ഇല്ലല്ലോ. അതെന്തെളുപ്പം. ഈസി. ഇത് തന്നെ തിരിച്ചൊരു ഓട്ടം ഓടിയും. ആ കുഴി പോയി ഇരിക്കണായിരിക്കും കേട്ടോ. ഈസി കാര്യം ഉണ്ടാ. നീ അവിടെ തന്നെ ഇല്ലേ? ഞാനും അവിടെ തന്നെ. ഇത്ര ഇവിടെ എത്തിയ ഒരു വരവ് വന്ന്. തേർഡ് സ്റ്റേജിലായി. തള്ളിയിട്ട് കൊണ്ടുപോയി മതിലേ തട്ടിക്കൊണ്ടിട്ട്. ഞാനും തേർഡ് സ്റ്റേജ് ആയി. എന്നല്ല എന്റെ കളി. എന്റെ കളിപ്പുള്ളയാണല്ല ഞാൻ. പിള്ളേർക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കണ കളി അതൊക്കെ. നമ്മളെ പ്രൊഫഷണൽ ഗെയിമേഴ്സ്.
അവളെ പിടിച്ചൊക്കെ കേറാൻ നോക്കി കേട്ടോ. അത്രേ ഉള്ളു, ചാടിക്കോ. ആ ചാടി ചാടി ചാടി. ഓക്കെ, കസാൻ പോലും ഇത്രയും പാടില്ലായിരുന്നു. എടാ അവൻ എന്താടാ അപ്പുറത്ത് പോവാത്തേ? എനിക്ക് ആ സാധനം പൊങ്ങി മേളിൽ നോക്കണം. മോളിൽ ചാടി ചാടി ചാടി. അങ്ങനല്ലേ അതിന്റെ മണ്ടയ്ക്ക് ചാടിയിട്ട് അങ്ങനല്ലേ പറയട്ടെ. എടാ അവൻ നമ്മുടെ ചന്തി വന്നൊരു പുഷ് തരുമല്ലോ, ആ പുഷിന്റെ ഫോഴ്സിൽ നമ്മൾ അപ്പുറത്തോട്ട് പോണം, മനസ്സിലായ? അങ്ങനെയാ. മേ ബി ആ സാധനം പൊങ്ങുമ്പോ അതിന്റെ മണ്ടയ്ക്ക് കയറിട്ടാണ് കിടന്നത്. സൂപ്പർ. അങ്ങനെ ഒരു വഴിയില്ല. വണ്ടി ഹോപ്പൊന്നും നീ വിചാരിക്കും പോലെ പോത്തില്ല ഗെയിം. ചേട്ടാ എനിക്കൊന്ന് അതിന്റെ മണ്ടയ്ക്ക് ചാടി എന്നിട്ട് അതിൽ നാലാമത്തെ ഇടത്തെ ആ പൊങ്ങത്തില്ല, അതിന്റെ മണ്ടയ്ക്ക് കയറി. ആ അങ്ങനെ വല്ലതും കയറി. ഈസി. കഴിഞ്ഞാട്ടെ ഈ ലെവലൊക്കെ, ഈസി ലെവലൊക്കെ. എടാ ഇത് എന്ത് എളുപ്പമുള്ള ഗെയിമാടാ ഇകളെ. എടാ ഇടിച്ചിട്ടടാ. സിമ്പിൾ. അല്ല പിന്നെ നിന്ന് പോണോടാ. സിമ്പിൾ സിമ്പിൾ. അവിടെ വെച്ച് തട്ടിയിടാൻ നോക്കിയുണ്ടോ? കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് സ്റ്റേബിൾ ആവട്ടെ, എന്നിട്ട് ഞാൻ വരാം. ചതിച്ചതാ. ഇതെങ്ങനെയാടാ ഈ ലെവലിൽ കയറി? എന്റെ നോക്കിയടാ, ചാടണ്ടേട്ടാ, അവിടെ തന്നെ നിന്നാ ചേട്ടാ. അത് കുറച്ച് സ്ഥലമില്ലേ ഈ സ്ഥലത്ത് നിൽക്കുക. ഈ റൈറ്റ് സൈഡിൽ തന്നെ സ്ഥലം കണ്ടാ. ആ ഇവിടെ ചാടുന്നതിന് മുമ്പ് അവിടെ നിന്നാ അവിടെ നിന്ന് അതിന്റെ മുകളില് കോട്സിന്റെ മുകളിൽ കൂടെ എന്തൊരു ബുദ്ധിയാടാ. അതിന്റെ മുകളിലത്തെ ഡോട്ടിലിട്ട് ടച്ച് ചെയ്തേ. അപ്പൊ എനിക്കറിയത്തില്ല, നോക്കണം. ഒരു ബോൾ എടുത്തില്ല. ചേട്ടാ ഞാനൊരു കാര്യം പറയാം, തിരിച്ചു നടന്നേ. ഇല്ല അതും ഇല്ല. ചേട്ടന്റെ മുകളിലത്തെ എടുക്കാൻ പാടില്ല. അപ്പൊ മുകളിലത്തെ എടുക്കാൻ പാടില്ലെന്ന്. നേരെ ഓടിയ ഇനി ഈകളെ നോക്കട്ടെ, ഇവിടെ എന്തായി? തീർന്നില്ലേ ഇത്? രണ്ടെണ്ണം തൊട്ടാ പൊടിയുന്നതാ. അപ്പൊ ഞാനാണല്ലേ ഈ കൂടെ ഏറ്റവും മുമ്പത്ത്? ഞാൻ ഏറ്റവും മുമ്പ്. അല്ലല്ല, ഞാൻ ശരത്തേനെ മുമ്പത്ത് ഞാനാ. നേരത്തെ നമ്മൾ നോക്കിയില്ല, അത് തന്നെ. അല്ലല്ല, അതൊക്കെ കഴിഞ്ഞ ചേട്ടാ എടുക്കണ്ട, മേളത്തെ എടുത്ത് തീറും. നേരെ നടന്നു പോയാ മതി. ഈകളെ വെള്ളത്തെ എടുക്കാൻ പാടില്ല, നിന്നെ പറ്റിക്കാൻ വെച്ചേക്കും അത്. അതാ പോയിട്ട് വന്ന് വീണ്ടും എടുത്തത്, മനസ്സിലായ? ഓക്കെ, സൂപ്പർ. ഇൻവിസിബിൾ. എടാ എങ്ങനെയാണ് ആ ഗ്യാപ്പിൽ കൂടെ കറക്റ്റ് ആയിട്ട് താഴോട്ട് പോയത്? അവിടെ എത്തുമ്പോ തന്നെ. അല്ലല്ല, ഇത് മൂന്നിൽ തൊടണം, മൂന്നിൽ തൊട്ടാലേ ഇത് കയറാം. ആണോ? രണ്ടെണ്ണത്തിൽ തൊടുന്നതിന് മുമ്പ് താഴെ വീഴുമല്ലേ? അല്ല, മൂന്നിൽ തൊടണം. നീ അവിടെ നിന്നേ, രണ്ടാമത്തിൽ നിന്നിട്ട് ചാട്. ഇന്നലെ തന്നില്ലല്ലോ. നിന്നോ? ആ അടുത്തേൽ നിക്ക്, ഇനി ചാട്. അത് നീങ്ങിപ്പോയടാ പോലെയാടി, അത് നീങ്ങിപ്പോയത്. ഇഷ്ടപ്പെട്ടിട്ടില്ല. ഫാസ്റ്റ് ചെയ്താലും എന്തെങ്കിലും ഗുണമുള്ള? ഓടി ഒന്ന് ജമ്പ് ചെയ്തേ. ദേ നടക്കുന്നു. എടാ എനിക്കിപ്പോ കാര്യം മനസ്സിലായി, എങ്ങനെയാന്ന് പറയട്ടെ. നിങ്ങൾ കാര്യം ശ്രദ്ധിച്ചോ, നിങ്ങൾ ആരും ശ്രദ്ധിക്കാത്ത കാര്യം. നമുക്ക് ഒരു വട്ടം ചാടി ഇവിടെ നിക്കാം, എന്നിട്ട് ഇത് ഇങ്ങനെ നീങ്ങാം. അടുത്തേല് ചാടി ഞാൻ ഇങ്ങനെ നീങ്ങി, ഇനി ഒരു വട്ടം നീങ്ങാം. ഒരു വട്ടം നീങ്ങായിരുന്നു, ഞാൻ രണ്ടായിപ്പോയി. ഒരു വട്ടം നീങ്ങായിരുന്നു, മനസ്സിലായ?
ഒന്ന് ഞാൻ പറയാം അവിടെ നിന്ന് ചാടുന്ന പോലെ ആക്കിയിട്ട് തിരിച്ചു വാ ആ. ചാടിയിട്ട് തിരിച്ചു വാ ചാടിയിട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് വാ റൈറ്റിലോട്ട് ചാടിയിട്ട് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞ് ബീറ്റ് ആ ട്രാപ്പ് ബീറ്റ് താഴോട്ട് പോകാനല്ല റൈറ്റ് സൈഡിലോട്ട് ചാടിയിട്ട് ലെഫ്റ്റിലോട്ട് ചെയ്യണം. അതെ അപ്പോഴേക്കും അത് നീ മൂവ് ആവും മനസ്സിലായോ മറ്റേ ട്രാപ്പ് ബെയിറ്റ് ആക്കി കൊടു. അത് ബേറ്റൊക്കെ ചാടി പറ്റൂടാ, തിരിച്ചു. ഒരു വട്ടം ആക്ക്. മിഡ് അങ്ങനെ കയറി തിരിച്ച് തന്നെ ചാടാൻ മിഡ് പറ്റൂല കയറി ഇതില്. ഇല്ലേ അങ്ങനെ പറ്റും, നിങ്ങൾ പറ്റും. വിചാരിക്കുമ്പോൾ ചാടാൻ പറ്റൂല. ഇത് ഭയങ്കര ഇതിനൊരു വല്ലാത്തൊരു സൗണ്ട്. ഇതിന്റെ സൗണ്ട് ബെയിറ്റിംഗ് ആണ് നമുക്ക്. ആ, വന്നില്ലേ ആ സാധനം വന്ന് കേട്ടോ. അത് പറ്റും, അതെല്ലാ ഗെയിമിലും പറ്റും. ഓക്കെ ഇല്ല ഇത് തീർത്ത് എനിക്ക് ഗെയിം തീർക്കണം. ഹൈ ആ അടുത്തുണ്ടായിരുന്ന ഈ അടി ഇട്ട് വരുന്നത് എടാ അങ്ങോട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയട ഈ നാട്ടുകാർ കാണുന്ന 5090 ഒക്കെ എടുത്തു വെച്ചിട്ടേ ഞാൻ സ്ട്രീം ചെയ്യുന്നത് സത്യല്ലേ? ഇതൊക്കെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയ 5090 ഒക്കെ 2 MB ഗെയിം ഡൗൺലോഡ് ചെയ്യണ്ടല്ലോ ഹൈ ഗ്രാഫിക്സ് ഇട്ടാ കളിക്കുന്നത്, എല്ലാരും കാണണം. ഫുൾ ഗ്രാഫിക്സ് ആണ്. ഫുൾ ഗ്രാഫിക്സ് ആ. എടാ ഞാൻ വീടാണോ? എന്തായാലും എന്റെ അത്ര എത്തിക്കാണല്ലോ ശരത്തേട്ടാ. നേരത്തെ കളിച്ചോണ്ടിരിക്കുന്നു. ഞാൻ ഒരു ഒന്നര ഇല്ല ശരത്തേട്ടൻ കഴിഞ്ഞാൽ 3, 4, 5 ആറാമത്തെ ഇത് ഒരുമാതിരി കുണ്ണ ഗെയിമാണടാ ഇത്. ഓ മനസ്സിലായി. ഓക്കെ ഈകളെ അതിൽ തുടരുത് ഒന്നും തോണ്ട നമുക്ക് വെറുതെ. ഒന്നും തൊടല്ല അണ്ണ ലാസ്റ്റ് പെട്ടെന്ന് അണ്ണ ലാസ്റ്റ് ഓടിക്കാറണം. കണ്ണാപ്പി പറഞ്ഞു കൊടുക്കണ്ട കളിക്കട്ടെ. ചാടണം തോന്നുന്നു അല്ലേ? തോന്നുന്നു കൊച്ചു പിള്ളേരുടെ ഗെയിം അവിടുന്നല്ല കൊച്ചു പിള്ളേരുടെ ഗെയിം. ആറാത് പറഞ്ഞേ ടൈം കൂടി സെറ്റ്. അവൻ പറഞ്ഞു ഓടിക്കറണമെന്നല്ലേ ഞാൻ പറഞ്ഞ കള്ള. എടാ അതിനകത്ത് കേറടാ പുറത്തോട്ട് കേറാ മുമ്പ് ചന്തിക്ക് ഇടിച്ചിട്ടുവാ. ചന്തി അടിച്ച് ഫ്രണ്ടിലാക്കിന്ന്. അവിടെ ഒരു ബ്രേക്ക്, അതിൽ തൊടാൻ പാടില്ല. അവിടെ ഒരു ബ്രേക്ക് വേണമായിരുന്നു അളിയാന്ന്. മൂവി എന്നെ കൊന്നടാ. ലാസ്റ്റ് ചാടണ്ട അവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാ? ജോക്ക് വീസ അടിച്ചു പൊട്ടിച്ച പോയി. അടിച്ചു കൂട്ടി കീബോർഡിന് സൗണ്ട് കേൾക്കുന്നു. ഞാനിത് തീർത്തിട്ടേന്ന് വരുന്നത്. ലെവൽ 2 ഏഴാമത്തെ വീടായി. ലെവൽ 2 ഉണ്ട് കേട്ടോ. വഴി കാണിക്കുന്ന പോലെ കുറെ ഉണ്ട്. നേരെ കയറിയ പോരെ. ഇതൊന്ന് ചാടറാ കൊച്ചു പൂച്ചാണ്ടി. അവിടെ നിന്ന് കീബോർഡൊക്കെ കുഴി പോയി. സൂക്ഷിച്ച് ചാടണം. എന്തോ ഒരു ട്രാപ്പ് ഉണ്ട്. ഒന്നുമില്ല ധൈര്യമായിട്ടാണ് ചാടിക്കുക. ചുമ്മാ ആണെങ്കിൽ പലതും നമ്മളെ പറ്റിച്ച് വീണ്ടും. ഇതാത്തി കാണും എന്തേലും കാണും. പിയാടി മനസ്സിലായി. അവിടെ വിളിയൊക്കെ കേട്ടു തുടങ്ങിട്ട. ഒന്നുമില്ല ധൈര്യമായിട്ട് ജമ്പില്ല. ഈ സാധനം പൊങ്ങുവാണ് മനസ്സിലായ. ഐഡിയ ഞാൻ തന്നെ വേണം. ഐഡിയ പറയായിരിക്കും. ഞാൻ കളിച്ചോളാം. കളിക്കട്ടാ. ഇതെന്താ അടിയില് റബ്ബർ ബുഷ് വെച്ചാ? സൂപ്പർമാന്റെ ഷഡ്ഡിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ. ബ്രോ ഫുൾ ഗ്രാഫിക്സിൽ എനിക്ക് ആവറേജ് ഇപ്പൊ ഒരു 1300 FPS കണ്ട. സിമ്പിൾ. എടാ ഞാൻ ഒരു പറയാം,
ഞാൻ പണ്ട് എന്റെ ബുദ്ധി ഉണ്ടെങ്കിൽ നമുക്ക് കൊതുകിന് വരെ ഷെഡ് ഇടിക്കാൻ പറ്റും. ഞാൻ പണ്ടൊരു കൊതുകിനെ ഷെഡ് ഇടിപ്പിച്ചിട്ട് അതിന് പിന്നെ ടോയ്ലറ്റിലൊന്നും പോകാൻ പറ്റാതെ അത് മരിച്ചു പോവായിരുന്നു. പക്ഷെ നമ്മൾ ബുദ്ധി ഉപയോഗിച്ചാൽ കൊതുകിനെ വരെ ഷെഡ് ഇടിക്കാം. വിളിക്കുന്നുണ്ടോ? ഓ വിളിക്കാം. വിളിക്കണേ. പിന്നെ കീബോർഡ് അതെന്താ തന്നെ ചാടിയത്? പുതിയ കീബോർഡ് മേടിച്ചിട്ട് വരാം. വിളിക്കണേ. പുതിയ കീബോർഡ് മേടിച്ചിട്ടാ കേട്ടോ വിളിക്കണേ. കേട്ടോനെ നമ്മള് സ്പേസിൽ നിന്ന് വിട്ട അപ്പൊ പോവുത്. കണ്ട ഇത് കണ്ടാ ജോക്കി ഒരു മിനിറ്റ് സ്പേസിൽ നിന്ന് വിടാൻ പറ്റൂല. കണ്ടാ തിരിച്ചു ചാട്. ലെഫ്റ്റിലോട്ട് എന്നിട്ട് വീണ്ടും പോ. എന്നിട്ട് അടുത്തതിനകത്ത് സെയിം റിപ്പീറ്റ്. എന്നിട്ട് തിരിച്ചു ചാട്. എന്നിട്ട് സെയിം റിപ്പീറ്റ്. അങ്ങനെ പോയില്ലേ ലെഫ്റ്റ് വെക്കാൻ റൈറ്റിലോട്ട് പോകും. വിളിക്കണാ? വിളിക്കാം. സിമ്പിൾ. ആദ്യം മനസ്സിലായി ഡീകോഡ് ഇട്ടെ. ആദ്യത്തെ ലെഫ്റ്റിലത്തെ പൊളിഞ്ഞു പോകും, രണ്ടാമത് റൈറ്റിലത്തെ പൊളിഞ്ഞു പോകും. ഓക്കെ സെന്ററിലേക്കണം. ഓക്കെ പൊളിയന്റെ ആവശ്യമൊന്നുമില്ല. എന്തൊക്കെ പ്ലാൻ ചെയ്ത് പോയെന്നറിയാവോ? അത്രേ ഉള്ളൂ. ഈസി. ഇത് ഓക്കെ എനിക്ക് ഡീകോഡ് 2 സെക്കൻഡ് വേണേ. അതെ എന്തേലും പൊളിയാനുണ്ടല്ലോ ഇല്ലേ? ഇല്ല ഇതൊന്നും പൊളിയാനില്ല. ഫുൾ ഉടായി പോയി. ചിലടത്തെ നമ്മൾ വിചാരിക്കുന്നത് തരത്തില്ല. ചിലടത്ത് കൺഫ്യൂസ് ചെയ്യാൻ നമ്മളെ വെച്ചിരിക്കുക. എന്തോ പോകാനുണ്ടോ ഇവിടെ? ഞാനായിരുന്നു പോകാനുള്ളത്. അല്ല അതിന്റെ കൂടെ പ്ലാറ്റ്ഫോം പോയായിരുന്നു. പോയിരുന്നു. പോയായിരുന്നു. അപ്പൊ അതിന് മുമ്പ് ചാടിക്കണം. എന്തൊരു സാധനോടാ. ഞാനൊരു കാര്യം പറയാം. നിങ്ങളിത് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യല്ലേ. നാളെ മറ്റേ ധോണി ക്യാൻഡി ക്രഷ് കളിച്ചപ്പോൾ ഡൗൺലോഡ്സ് കൂടിയതുപോലെ എനിക്ക് അങ്ങനെ പെട്ടെന്ന് ക്യാഷ് ചെയ്യാനാ വയ്യ. അവര് ഡയറക്ടറിനെ കോൺടാക്ട് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അഹങ്കാരമായി പോവേ. പൈസ കൊടുക്കണം. ആണല്ല, അപ്പൊ ഒരു പട്ടി മേടിക്കത്തില്ല. ഓക്കെ അത് അല്ലല്ല അത് ഇപ്പൊ സ്ക്രീനിൽ കാണിച്ച പോർഷൻ ഇല്ലേ, അത് പോയി. നമ്മളത് ഊഹത്തിൽ ചാടണം. കണ്ട പ്ലാനൊക്കെ ഉണ്ട്, പക്ഷെ ചാടുമ്പോ താഴെ വീഴും. ഒരു തന്തയില്ലാത്തവനാണ്. എന്തിനാണ് ഇങ്ങനെ പറ്റിക്കുക ആൾക്കാര്? അഞ്ചാമത്തെ വെയിറ്റ് എടാ മിണ്ടാ കളിക്കടാ. സിമ്പിൾ ഗെയിം ആണ്. അപ്പൊ അതിന്ന് തിരിച്ച് ഇതീ ചാടിയിട്ട് മുകളിലോട്ട് ചാടണം അല്ലേ? മുകളിലോട്ട് ചാടണം. ഇങ്ങനെ ആലോചിച്ചോ എന്തോ. തിരിച്ച് ചാടാൻ സമ്മതിക്കുന്നില്ല. അതില് നിന്നാ മതി. സത്യം ഞാൻ എന്തിനാ മറ്റേ ചാടുന്നല്ലേ? ഞാനത് പറഞ്ഞപ്പോ പോലും നിങ്ങൾക്ക് എന്നെ ഒന്ന് തിരുത്തിക്കൂടായിരുന്നോ? ഓക്കെ അത് മാത്രം മുകളിലായിരുന്നോടാ. എന്തൊരു കട്ട മാറ. അവിടെ സ്ട്രൈഫ് ചെയ്യണം കേട്ടോ. ലാസ്റ്റ് ശ്രദ്ധിച്ചോണേ. മിഡ് സ്ട്രൈഫ് ചെയ്യണേ. ലെഫ്റ്റിലോട്ട് സ്ട്രൈഫ് ചെയ്ത് നോക്ക്. നോർമലി ചാട്. നോർമലി ചാടിയില്ല, അതിനെ മണ്ടയ്ക്ക് ഇടിക്കും. നോർമലി ചാടി ഇവിടെ വന്നിട്ട് ചാടി. ആണ് നോർമലി ആദ്യം ചാടിയത്. അത് ചാടിയില്ല. ഞാൻ പറഞ്ഞില്ലേ നോർമലി ചാടാൻ പറ്റും. നോർമലി ചാടാൻ പറ്റും നിനക്ക്. അതിൽ തന്നെ ടച്ച് ചെയ്യണമെന്നില്ല. അവിടെ തട്ടണം. അവിടെ ലാസ്റ്റ് മാത്രമാണ് മറന്നു പോയെന്നല്ല. സത്യം മറന്നു പോകുന്നുണ്ട്. മറവിനോണ്ട് കേട്ടാ. ഇതിന് നേരെ നടന്നു കയറിയാ മതിയല്ലേ?
ഓ പക്ഷെ ലാസ്റ്റത്തിൽ അങ്ങനെ കേറരുത്, ലാസ്റ്റത്തിൽ ചാടി പോണം, അത്രേ ഉള്ളൂ. ഇതിലും ചാടാ, ഇതിലും ചാടി കയറി ഇത്രേ ഉള്ളൂ. ഇതെന്തൊരു സിമ്പിൾ ആണ് ഇത്. സൂപ്പർ. ഞാൻ ഇപ്പഴേ എനിക്ക് മനസ്സിലായി, ഇത് നമ്മള് കുഴി വീഴണം. അവിടാണ് കണ്ട കുഴി വാ. അടുത്തൊരു കുഴി ഉണ്ടോ ഇല്ല കേട്ടോ. അടുത്തൊരു കുഴിയില്ലടാ, അത് തന്നെ അടിയിൽ പോവാ. കണ്ട എന്തോ ഉണ്ടാക്കി വെച്ചേക്ക. ഇത് കുഴിന്ന് വരുവേ. അവിടെ ലെഫ്റ്റോട്ട് ചാടി. അത്രേ ഉള്ളൂ. ജസ്റ്റ് സിമ്പിൾ. ടെൻഷനായി പോയെന്ന്. ടെൻഷനായി കളഞ്ഞ്. സൂപ്പർ. എടാ അത് നീങ്ങുമെന്ന് നിനക്കറിയാം. കണ്ട ഈ തന്തലത്തിന് അനങ്ങാതിരുന്ന കണ്ട അത് അവിടെയാണ്. നീ അവിടെ നേരെ റൈറ്റിലോട്ട് പോയി നോക്ക്, അവിടെ നേരെ റൈറ്റിലോട്ട് അങ്ങ് ചേർന്ന് പോയി നോക്ക്. സിമ്പിൾ. ചാട്, റൈറ്റിലോട്ട് ചാട്. സിമ്പിൾ. കണ്ണാപ്പി വീസി അടിച്ചു പൊട്ടിക്കുന്നുണ്ടോ കീബോർഡിന്റെ ഒക്കെ സൗണ്ട് കേൾക്കാം. എവിടായിരുന്നു മറ്റേ സാധനം? അമ്മൂമ്മയുടെ കൈ ഇവിടെ എങ്ങാണ്ടാണ്. നോർമലി സിമ്പിൾ. ലെവല് പേഷ്യൻസ്. ഇത് കുറച്ച് കൂടുതൽ എന്ത് റിലാക്സ് ആയിട്ടുള്ള ഗെയിമാണെന്നറിയോ? എനിക്കാണെങ്കിൽ മനസ്സിന് ഭയങ്കര പ്ലഷർ കിട്ടണം. ഞാൻ ഗെയിം നിർത്തി. എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് കിട്ടണം ഗെയിം കളിക്കുമ്പോ. മെന്റലി ഭയങ്കര ഹാപ്പിനെസ്, സന്തോഷം കൊണ്ടുണ്ടല്ലോ എനിക്ക്. സന്തോഷം കൊണ്ട് ടെലിപോർട്ട്. എന്തൊരു പദം? താഴെ ടെലിപോർട്ട്. താഴെന്ന് പറഞ്ഞ അവൻ എവിടെയെങ്കിലും കൊണ്ടിടുവോ നമ്മള്? അതങ്ങനെയാണ് കൊണ്ടുപോവാ. ഞാൻ കൺട്രോൾ ചെയ്യണതല്ല. സൂപ്പർ. ഇത് ഞാൻ കൺട്രോൾ ചെയ്തതാ. ഓക്കെ അളിയോ അത് കൺട്രോൾ ചെയ്യണോ അളിയോ? അത് ഞാനൊരു കാര്യം പറയട്ടെ. എനിക്ക് തോന്നുന്നു നീ മുകളിൽ സ്പോൺ ആകുമ്പോ റൈറ്റിലോട്ട് പ്രസ് ചെയ്തേ. എനിക്കിപ്പോ മനസ്സിലായി അത് എങ്ങനെയാന്ന്. നിങ്ങക്ക് ആർക്കും ബുദ്ധി വന്നില്ല. ഞാൻ പറയാ, നിങ്ങക്ക് ബുദ്ധി വരാത്തൊരു കാര്യമുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇത് വയ്ക്കണേ. കണ്ട ഇതാ ചെയ്യാൻ പറഞ്ഞത്. ചെയ്യാൻ പറഞ്ഞത്. ഇത് ഞാൻ ഇപ്പൊ കൺട്രോൾ ചെയ്ത് കാണിച്ചു തരാം. ഈ ഗെയിം ഉണ്ടാക്കിയത് എനിക്ക് പറയാതിരിക്കാൻ വയ്യടാ. എനിക്ക് എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാവളയാ? അവിടുന്ന് അപ്പുറത്തോട്ടാണ് അല്ലേ? കണ്ട വെറും റാസ്കലാ ഉണ്ടാക്കിയെന്ന്. സത്യം. ഇവന് വെയിറ്റ് എന്തായാലും നമുക്ക് കംപ്ലീറ്റ് ചെയ്യണല്ലോ. ഇവൻ അവൻ പോയി. ചേട്ടൻ മറന്നോ? എടാ അവൻ അത് നിനക്ക് വേണ്ടി നിക്കൂല. എടാ അവൻ മറന്നു വീണ്ടും മറന്നു. ഇവൻ മറന്നു പോകും കേട്ടോ. മറന്നു പോകുന്നുണ്ട്. ഇപ്പൊ ചാടല്ലേ? ഇത് വരുമ്പോ എടാ അത് വരും. ഞാൻ ഒരു കാര്യം പറയട്ടെ. റൈറ്റിലോട്ടാ വരുന്ന ഓർമ്മയില്ലേ? റൈറ്റിലോട്ട് മൂവ് ചെയ്യും. റൈറ്റ് ചേർന്ന് നീ പിന്നെ എന്തിനു പറയണേ? ഞാൻ ക്രാക്ക് ചെയ്ത് കഴിഞ്ഞു. അത് എനിക്ക് ഡീകോഡ് ചെയ്യാൻ കുറച്ച് സമയം വേണം. ഓക്കെ കളിച്ചോ. ഇത് സൂപ്പർ. ഒരുപാട് ചിന്തിച്ചിട്ട് ലെഫ്റ്റിലോട്ട് പോയി. ഇത്
എടാ എടാ അതുകൊണ്ട് എടാ ഇതിന് തന്ത ഇതിനകത്തവനാണടാ ഇത്. അവിടെ നിക്ക് അവിടെ നിക്ക് ചാടിക്കോ. ഓക്കെ, ഞാൻ വിചാരിച്ചു വീണ്ടും അവിടെ കൊണ്ടിട്ടുണ്ട്. ഇവിടെ എന്തോ വരും. ആ, രക്ഷപ്പെട്ടു. അതെങ്ങനെയാ രക്ഷപ്പെട്ടെ? കാലുകൊണ്ട് അതെന്താ